നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അപകട ഭീഷണിയിലുള്ള പാറ പൊട്ടിച്ചു നീക്കുവാനും മേഖലയിൽ അപകട ഭീഷണിയിലായിട്ടുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇടുക്കിയിൽ കനത്ത മഴയിൽ വീട് നിലംപൊത്തി. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് തകരപ്പറമ്പിൽ രാജന്റെ വീടാണ് വ്യാഴാഴ്ച വൈകിട്ട് നിലംപതിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവ് അജീഷിന്റെ JCB വനംവകുപ്പ് പിടിച്ച സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രിക്കെതിരെ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പൈസന്മാലി സൊസൈറ്റി മേട അംഗൻവാടി പാലം അപകടാവസ്ഥയിൽ. വിശദമായ വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം പൊന്നാമലയിൽ 100ഓളം കുടുംബങ്ങൾക്ക് അപകട ഭീഷണിയായി എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന വിധം കൂറ്റൻപാറ സ്ഥിതി ചെയ്യുന്നു എന്ന മാധ്യമ വാർത്തകളിൽ ഇടപെട്ട ജില്ലാ ഭരണകൂടം അപകട ഭീഷണിയിലുള്ള പാറ പൊട്ടിച്ചു നീക്കുവാനും മേഖലയിൽ അപകട ഭീഷണിയിലായിട്ടുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് പൊന്നാമലയിലാണ് പാറ അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് അപകടാവസ്ഥ ബോധ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. പ്രദേശത്ത് മരക്കുറ്റിയെ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് നിലവിൽ പാറയുള്ളത്. പാറ സ്ഥിതി ചെയ്യുന്നതിന് താഴ്ഭാഗത്തായി കാര്യത്തോട് വരെ 100 കണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവിടെ നിന്നും പാറ തെന്നി നീങ്ങിയാൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക. ഭീകരാവസ്ഥ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഇതോടുകൂടിയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടലുണ്ടായത്. ഈ മാസം 9-ന് ഉടുമ്പൻചോല തഹസിൽദാർ നൽകിയ കത്തിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. അപകടസ്ഥിതി ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുവാൻ ഉടുമ്പൻചോല തഹസിൽദാരോടും പഞ്ചായത്ത് സെക്രട്ടറിയോടും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ദേവികുളം സബ് കളക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപകട ഭീഷണി നേരിടുന്ന വീടുകളിൽ താമസിപ്പിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് റവന്യൂ അധികൃതർ മേഖല സന്ദർശിച്ച് പാറ പൊട്ടിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അടുത്ത ദിവസം തന്നെ പാറ പൂർണ്ണമായും പൊട്ടിച്ചു നോക്കി അപകട ഭീഷണി ഇല്ലാതാക്കുമെന്ന് റവന്യൂ അധികൃതരും വ്യക്തമാക്കി. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഇടുക്കിയിൽ കനത്ത മഴയിൽ വീട് നിലംപൊത്തി. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് തകരപ്പറമ്പിൽ രാജന്റെ വീടാണ് കഴിഞ്ഞ ദിവസം കാറ്റിലും മഴയിലും തകർന്നത്. വീടിന്റെ അപകടാവസ്ഥ മൂലം കഴിഞ്ഞ ദിവസം മുതൽ ഇവർ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. വീട് തകർന്നതോടെ വീട്ടുപകരണങ്ങളും നശിച്ചു. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് 3-ാം വാർഡിൽ താമസക്കാരായ തകരപ്പറമ്പിൽ രാജന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും നിലംപതിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. വീടിന്റെ ശോചനീയാവസ്ഥ മൂലം അപകട സാധ്യത മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം മുതൽ മറ്റൊരു വീട്ടിലായിരുന്നു 90 വയസ്സുള്ള മാതാവ് ഉൾപ്പെടെ രാജനും കുടുംബാംഗങ്ങളും രാത്രി ഉറങ്ങിയിരുന്നത്. രാജന്റെ കൊച്ചുമകന്റെ ചികിത്സയ്ക്കായി മകനും ഭാര്യയും കോട്ടയം മെഡിക്കൽ കോളേജിലുമായിരുന്നു. വീട് നിലം പതിച്ചതോടെ വീട്ടുപകരണങ്ങളും പൂർണ്ണമായി നശിച്ചു. ആശുപത്രിയിൽ നിന്നും മകൻ തിരികെ എത്തുന്നതോടെ രാജനും മറ്റു കുടുംബാംഗങ്ങൾക്കും താമസിക്കാൻ ഇടമില്ലാതായി. 10 സെന്റ് ഭൂമി മാത്രമുള്ള രാജന്റെ കുടുംബത്തിന് സ്വന്തമായി വീട് നിർമ്മിക്കുവാനുള്ള സാഹചര്യമില്ല. മരിയാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ സണ്ണി ജോണും പൊതുപ്രവർത്തകരായ തങ്കച്ചൻ അമ്പാട്ടുകുഴി, വിജയൻ കല്ലിങ്കൽ, റോയി ഇടശ്ശേരിക്കുന്നേൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഉപ്പുതോട് വില്ലേജ് ഓഫീസ്, മരിയാപുരം പഞ്ചായത്ത് കളക്ടറേറ്റിലും ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടുള്ളതായി വൈസ് പ്രസിഡന്റ് സണ്ണി ജോൺ പറഞ്ഞു. വാസയോഗ്യമല്ലാത്ത രീതിയിൽ പെര മുഴുവൻ തകർന്ന അവസ്ഥയാണ്. വില്ലേജ് അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തകരപ്പറമ്പിൽ രാജൻ്റെ മകൻ ലിൻസിൻ്റെ ഭാര്യയും 4 കുട്ടികളുമുള്ള വീടാണ്. അതിൽ ഇളയ കുട്ടി ചികിത്സാർത്ഥം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. സർക്കാരിൽ നിന്ന് വേണ്ടത്ര ധനസഹായം ലഭിക്കാതെ അന്തിയുറങ്ങാൻ ഒരു വീട് നിർമ്മിക്കാനാവില്ലെന്ന് രാജൻ പറഞ്ഞു. സിറ്റി വിഷൻ ഇടുക്കി.
ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവ് അജീഷിന്റെ JCB വനംവകുപ്പ് പിടിച്ച സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രിക്കെതിരെ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ജനങ്ങളുടെ പ്രശ്നങ്ങളോട് മന്ത്രിക്ക് പരിഹാസ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി പ്രവർത്തിക്കുന്നു എന്നും CV വർഗീസ് കുറ്റപ്പെടുത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമാന്തര സർക്കാരായി മാറിയിരിക്കുകയാണ്. കേസ് ഏത് കാലത്ത് എടുത്തു എന്നതല്ല, അജീഷിന് നീതി കിട്ടിയോ എന്നതാണ് മന്ത്രി പരിശോധിക്കേണ്ടതെന്നും കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വനവിസ്തൃതി കൂട്ടാൻ വനംവകുപ്പ് ശ്രമിക്കുകയാണെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിലും അജീഷിന്റെ വിഷയം എത്തിക്കുമെന്നും 16-ാം തീയതി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ചുള്ളിപ്പതാൽ പ്രദേശത്ത് അവിടെ അയ്യപ്പൻകോവിൽ കുടിയിറക്കിൻ്റെ ഭാഗമായി അവിടെ നിന്ന് അന്ന് ഇടുക്കിപ്പത്തിൻ്റെ ഭാഗമായി ഇരട്ടയാറ് അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിൽ നിന്ന് കുടിയിറക്കി സർക്കാർ കുടിയിരുത്തിയ 48ഓളം വരുന്ന കുടുംബങ്ങൾ അവിടെയുണ്ട്. ആ കുടുംബങ്ങൾക്ക് പട്ടയമുണ്ട്. ആ പട്ടയമുള്ള ഭൂമിയിൽ കൃഷി ആവശ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് അജീഷിൻ്റെ വാഹനം യാതൊരു നീതിയുമില്ലാത്ത വിധത്തിൽ പിടിച്ചത്. മാത്രമല്ല, ആ വാഹനം പിടിച്ചുകൊണ്ട് വരുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞത് ഒരു 500 രൂപ കൊണ്ട് നീ അടച്ചാൽ നിനക്ക് അപ്പം തന്നെ വാഹനം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 4 വർഷക്കാലം അവിടെ കിടക്കുക, വണ്ടി അവിടെ കിടക്കുകയാണ്. ആ 4 വർഷക്കാലം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരു പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് അതിൻ്റെ CC അടച്ചുകൊണ്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. വൈസന്മാലി ഗ്രാമപഞ്ചായത്തിലെ 6-7 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൊസൈറ്റി മേട അംഗൻവാടി പാലം അപകടാവസ്ഥയിൽ. ദിവസേന സ്കൂൾ ബസ് അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണ് കൈവരികൾ നശിച്ച് അപകടക്കണി ഒരുക്കിയിരിക്കുന്നത്. എത്രയും വേഗം പുതിയൊരു പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അംഗൻവാടിയിലെ കുരുന്നുകൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ ആശ്രയിക്കുന്ന പാലമാണ് സൊസൈറ്റി മേട അംഗൻവാടി പാലം. അടിമാലി മുട്ടുകാട് സർവീസ് നടത്തുന്ന ബസ്സുകളും നിരവധി സ്കൂൾ ബസ്സുകളും ദിവസേന കടന്നുപോകുന്ന പാലമാണ് അപകടക്കെണിയൊരുക്കി കാത്തിരിക്കുന്നത്. പാലത്തിന്റെ വീതി കുറവും കാൽനട യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വൈസന്മാലി സൊസൈറ്റി മേട് പോകുന്ന റോഡിനിടയ്ക്കുള്ള ഈ പാലം ഒരു 8 മാസം മുമ്പ് ചെറിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പാലത്തിന് കൈവരി നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത് കോൺട്രാക്ടർ കാശുണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്ത് ചെയ്ത് കൊടുത്താണോ എന്നൊരു ചെറിയ സംശയം നമുക്കുണ്ട്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പാലത്തിൻ്റെ അടിയിലും വളരെ കമ്പിയെല്ലാം തുരുമ്പിച്ച് ഏത് നിമിഷവും പാലം നിലംപൊത്താവുന്ന ഒരു സാഹചര്യത്തിലാണ് പാലത്തിൻ്റെ നിലനിൽപ്പ്. പാലത്തിന്റെ കൈവരികൾ ഒടിഞ്ഞുപോയതിനാൽ വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള അംഗനവാടിയിലെ കുരുന്നുകളും ദിവസേന ഈ പാലത്തെ ആശ്രയിക്കുന്നു. പാലത്തിന്റെ തൂണുകളിൽ ചെറിയ രീതിയിലുള്ള വിള്ളലും അപകടങ്ങളൊക്കെ വഴിയൊരുക്കുന്നുണ്ട്. എത്രയും വേഗം പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. സിറ്റി വിഷൻ, വൈസന്മാലി. മൂന്നാർ CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് ജില്ലാ ഭരണകൂടം വൺവേ ഗതാഗതത്തിന് അനുമതി നൽകി. മണ്ണിടിച്ചിൽ ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ലെങ്കിലും ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനാണ് നിലവിൽ വൺവേ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയത്. അടിമാലി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ദേശീയപാത വഴി നേരിട്ട് മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കും. മാട്ടുപ്പെട്ടി മറയൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ദേവികുളം റോട്ടിലെ ചെറിയ പാലം കടന്ന പുതിയ പാലം വഴിയാണ് അടിമാലിയിലേക്ക് പോകേണ്ടത്. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ദേശീയപാത അതോറിറ്റി എന്നിവയുടെ നിരീക്ഷണമുണ്ടാകും. റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് വാഹനങ്ങൾ നിർത്താനോ യാത്രക്കാർ വാഹനത്തിൽ നിന്നിറങ്ങാനോ അനുവദിക്കില്ല. അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ഗതാഗതം നിർത്തിവെക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. വിനോദസഞ്ചാര സീസണിൽ രൂക്ഷമാകുന്ന ഗതാഗതക്കുരുക്കിനും മാലിന്യ പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണുന്നതിനായി മൂന്നാർ പഞ്ചായത്തിൽ വിപുലമായ യോഗം ചേർന്നു. ദേവികുളം MLA F. രാജയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വിനോദസഞ്ചാര സീസണിൽ രൂക്ഷമാകുന്ന ഗതാഗതക്കുരുക്കിനും മാലിന്യ പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണുന്നതിനായി മൂന്നാർ പഞ്ചായത്തിൽ വിപുലമായ യോഗം ചേർന്നു. ദേവികുളം MLA F. രാജയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്.
യോഗത്തിൽ വിനോദസഞ്ചാര മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലക്ഷ്യമിട്ട നിരവധി സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇതിന്റെ ആദ്യഘട്ടം എന്നോണം 500 മില്ലിമീറ്റർ വരെ ശേഷിയുള്ളതും 100 മൈക്രോണിൽ താഴെ കട്ടിയുള്ളതുമായ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പഞ്ചായത്തിന്റെ പരിധിയിൽ നിരോധിക്കാൻ തീരുമാനിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനുമായി ശക്തമായ നടപടികളും സ്വീകരിക്കും. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിനായി വിനോദസഞ്ചാര സീസണിൽ മാട്ടുപ്പെട്ടി, കുണ്ടള ടോപ്പ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വലിയ ടൂറിസ്റ്റ് ബസ്സുകളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. സഞ്ചാരികളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി ജീപ്പ് സർവീസ് ക്രമീകരിക്കാൻ പ്രത്യേക ഉപസമിതി രൂപീകരിച്ചു. ഇതിനായി പ്രത്യേക യാത്രാ നിരക്ക് നിശ്ചയിക്കും. വലിയ ടൂറിസ്റ്റ് ബസ്സുകൾക്കായി പ്രത്യേക പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും റോഡരികിലെ അനിയന്ത്രിത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതിലൂടെ ഗതാഗതക്കുരുക്കും മാലിന്യ പ്രശ്നവും ഗണ്യമായി കുറയ്ക്കാനാകുമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. ഒന്നാമത് 500 മില്ലിലിറ്ററിന് താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളും 100 മൈക്രോണിന് താഴെയുള്ള ക്യാരി ബാഗുകളും പൂർണ്ണമായിട്ടും മൂന്നാർ പഞ്ചായത്ത് നിയന്ത്രിച്ച പോലെ തന്നെ ദേവളം പഞ്ചായത്തും ഈ വരുന്ന 15-ാം തീയതി മുതൽ നിയന്ത്രിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു. രണ്ടാമത്, വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് മുതൽ ആദ്യ ഭാഗം എന്ന നിലയിൽ ഈ വരുന്ന സീസൺ സമയത്ത് പ്രധാനമായും മാട്ടുപ്പെട്ടിയിലും രാജമലയിലേക്കുമുള്ള വലിയ വാഹനങ്ങളെ തടയിടുന്നതിന് വേണ്ടി അവധിക്കാലങ്ങളിലും അതോടൊപ്പം ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായും വലിയ ബസ്സുകളെ നിയന്ത്രിക്കാൻ തീരുമാനിക്കുന്നതിന് വേണ്ടി അതിൽ മറ്റ് വാഹനങ്ങൾ ഗതാഗതം ഏർപ്പാട് ചെയ്യുന്നതിനായി ജീപ്പുകളുടെ റേറ്റ് ഏകീകരിക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും വിവിധ ട്രേഡ് യൂണിയനിൽപ്പെട്ട പ്രതിനിധികളെയും ജീപ്പ് അസോസിയേഷൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അടങ്ങിയ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള മറ്റ് ഗതാഗത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഘട്ടം ഘട്ടമായി കൂടുതൽ പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി പൈനാവ് 56 ഉന്നതി തോട്ടിൽ ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മ്ലാവ് ചത്തു. 3 ചെന്നായ്ക്കൾ ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മ്ലാവിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൈനാവ് 56 ഉന്നതിയിലെ തോട്ടിലാണ് സംഭവം. 3 ചെന്നായ്ക്കൾ ചേർന്ന് മ്ലാവിനെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. മ്ലാവിന്റെ കണ്ണിനും കാലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ശരീരമാസകലം മാരകമായി മുറിവേൽക്കുകയും ചെയ്തിരുന്നു. അവശനിലയിലാണ് മ്ലാവിനെ തോട്ടിൽ കണ്ടെത്തിയത്. വിവരം അറിഞ്ഞയുടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വെറ്ററിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കിയിരുന്നു. പരിക്കേറ്റ മ്ലാവ് തോട്ടിലെ വെള്ളത്തിൽ കിടന്നിരുന്നതിനാൽ മഴയിൽ വെള്ളം ഉയർന്നാൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് മുൻനിർത്തി മ്ലാവിനെ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനായി വനംവകുപ്പ് പ്രത്യേക ക്യാമറകൾ സ്ഥാപിക്കുകയും ശക്തമായ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കി മ്ലാവിന്റെ ജീവൻ നഷ്ടമാവുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജഡം മാറ്റി. അതേസമയം ജനവാസ മേഖലയിൽ ചെന്നായ്ക്കൂട്ടം എത്തിയത് നാട്ടുകാരിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സമീപത്ത് അംഗൻവാടിയും നിരവധി വീടുകളും ഉള്ളതിനാൽ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. വലിയ വാലൊക്കെയുള്ള അതിങ്ങനെ 3 എണ്ണം ഉണ്ടായിരുന്നു. അതിങ്ങനെ കടിച്ചു വലിക്കുന്നു. അന്നേരം ഇങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഈ അടുത്ത വീട്ടിലെ കൊച്ചിനെ വിളിച്ചപ്പോഴത്തേക്കും അതിങ്ങനെ 2 എണ്ണം കയറി ആ മുകളിലേക്ക് പറമ്പിലേക്ക് പോകും. മുകളിലേക്ക് 2 എണ്ണം കൂടി ഒരെണ്ണം അപ്പുറത്തേക്ക് പോയി. 3 എണ്ണത്തിനെ ഞാൻ കണ്ടു. എന്നിട്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ അവശതയായി കിടക്കുക. അത് നിൽക്കുമായിരുന്നു ആദ്യം. പിന്നെ അതിന്റെ കൈയൊക്കെ കടിച്ചു പറിച്ചേക്കുക. പുറകിലും കണ്ണ് 2 ഇല്ല, 2 കണ്ണും കടിച്ചു പറിച്ച്, തൊണ്ടക്കുഴി കടിച്ചു പറിച്ച്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഭീഷണിയാകുന്ന ഈ മേഖലയിൽ വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് കുട്ടികളുടെയും നാട്ടുകാരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ്
മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider, Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വാക്കുകൾ മാത്രമല്ല, ചിത്രങ്ങളും സംസാരിക്കട്ടെ. വായനയുടെ സംസ്കാരവും കലയുടെ സർഗാത്മകതയും കുട്ടികളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഉപ്പുതറയിൽ ചിത്രരചനാ പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയ്മോൾ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ എന്ന സന്ദേശം സമൂഹത്തിലേക്ക് ശക്തമായി പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ ഉപ്പുതറ ചിന്ത വായനശാലയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ പരിശീലനവും മത്സരവും സംഘടിപ്പിച്ചു. ഉപ്പുതറ SNDP ഹാളിൽ നടന്ന പരിപാടി വായനശാല പ്രസിഡന്റ് K. കലേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയ്മോൾ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയയിലും മൊബൈൽ ഫോണിലും ഒതുങ്ങിപ്പോകുന്ന പുതുതലമുറയെ വായനയുടെയും കലകളുടെയും ലോകത്തേക്ക് കൈപിടിച്ചുണർത്തുന്നതിൽ വായനശാലകളുടെ പങ്ക് നിർണായകമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജയ്മോൾ രാജേഷ് പറഞ്ഞു. വായനശാല അതിയായ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ വളരെയധികം അഭിനന്ദനാർഹമാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്നതിൽ. അക്ഷരങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും കഴിവുകളെയും ഉണർത്തുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്നാണ് കല. അതുപോലെ ഒരു കലയാണ് നമ്മുടെ ചിത്രരചന. നമ്മൾ കുഞ്ഞിലെ ആദ്യം ഒരു ചിത്രം വരയ്ക്കുമ്പോഴത്തേനും നമ്മുടെ ലോകത്ത്, നമ്മുടേതായ ലോകത്ത് നിന്നുകൊണ്ടുള്ളൊരു ചിത്രമാണ് നമ്മൾ ആദ്യം നമ്മുടെ പേപ്പറിൽ വരയ്ക്കുന്നത്. പിന്നീട് അവരോടും പറയാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ വരയിലൂടെയും അതുപോലെ തന്നെ നിറങ്ങളിലൂടെയും നമ്മുടെ ക്യാൻവാസിലേക്ക് പകർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടല്ലേ മക്കളെ. തൃപ്പൂണിത്തറ RLV കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥി നന്ദന നിരുപമ രജികുമാറാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. ചിത്രരചനയുടെ അടിസ്ഥാന പാഠങ്ങൾക്കൊപ്പം ലഹരിവിരുദ്ധ സന്ദേശങ്ങളും പരിശീലനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് നൽകി. ദേശീയ സീനിയർ വടംവലി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമംഗം രേണുക രാജേഷിനെ ചടങ്ങിൽ ആദരിച്ചു. വിജേഷ് വിജയൻ,
സിജോ TK, ഷിജോ ഫിലിപ്പ്, K. സലീം, അനിറ്റ സ്റ്റാലിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കലാവാസനയും വായനാശീലവും കൂടുതൽ വളർത്തുന്നതിനായി തുടർ പരിശീലനങ്ങളും സംഘടിപ്പിക്കുമെന്ന വായനശാല ഭാരവാഹികൾ അറിയിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. ലോക ജന്തുജന്യരോഗ ദിനാചരണം കവചം 2026 ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടത്ത് നടന്നു. എലിപ്പനിക്കെതിരെ ഇടുക്കിയുടെ പ്രതിരോധ ക്യാമ്പയിൻ ഗംബോട്ട്സും ഗ്ലൗസും പിന്നെ ഡോക്സിയോ എന്ന പേരിട്ടിരിക്കുന്ന ക്യാമ്പയിന് ഇന്നു മുതൽ ജില്ലയിൽ തുടക്കമായി. ഉടുമ്പൻചോല MLA സേനാപതി വേണു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലത്ത് എലിപ്പനി ഉൾപ്പെടെയുള്ള ജന്തുജന്യ രോഗങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും വ്യക്തിസുരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗം ശീലമാക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി എലിപ്പനിയും മറ്റ് ജന്തുജന്യ രോഗങ്ങളും സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസുകളും സന്ദേശം ജനങ്ങളിലേക്ക് ലളിതമായി എത്തിക്കുന്ന ബോധവൽക്കരണ സ്കിറ്റും അവതരിപ്പിച്ചു. കൂടാതെ പൊതുജനങ്ങളിലേക്ക് ആരോഗ്യ സന്ദേശങ്ങൾ വേഗത്തിൽ എത്തിക്കുന്നതിനായി മെഗാ വാട്സ്ആപ്പ് കൂട്ടായ്മ വഴിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. രോഗലക്ഷണങ്ങൾ നേരിട്ട് കണ്ടെത്തുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി വിവിധ മേഖലകളിൽ സ്ക്രീനിംഗ് ക്യാമ്പുകളും സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനവും പൊതുജനങ്ങൾക്കായി തയ്യാറാക്കിയ ബോധവൽക്കരണ ബ്രോഷറിന്റെ വിതരണവും ചടങ്ങിൽ നടന്നു. 3 മാസം നീണ്ടുനിന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. എലിപ്പനി പ്രതിരോധത്തിന് ഗംബൂട്ട്സ്, ഗ്ലൗസ് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, വെള്ളക്കെട്ടുകളിലും മലിനജലത്തിലും ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് കവചം 2026 ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടപ്പാക്കുന്നത്. മഴക്കാലത്ത് എലിപ്പനി ഉൾപ്പെടെയുള്ള ജന്തുജന്യ രോഗങ്ങളുടെ വ്യാപനം തടയാൻ പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഉടുമ്പൻചോല MLA സേനാപതി വേണു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. നഗ്നപാതരായിട്ട് നടന്നാൽ ഈ എലിപ്പനിയൊക്കെ നമ്മളെ ബാധിക്കുന്ന വല്ലാത്തൊരു ദുരന്തമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വെൽത്ത് ലോസ്റ്റ്, സംതിങ് ലോസ്റ്റ്. ഹെൽത്ത് ലോസ്റ്റ്, എവറിത്തിങ് ലോസ്റ്റ്. ധനം നഷ്ടപ്പെട്ടാൽ ചെറിയൊരു നഷ്ടം, അത് നമുക്ക് റീകൂപ്പ് ചെയ്യാം. ബട്ട് വൺസ് യുവർ ഹെൽത്ത് ലോസ്റ്റ്, നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം ആരോഗ്യ സംരക്ഷണമാണ് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അത് നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാണ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഐക് ജോസഫ്, ഡോക്ടർ ജോബിൻ ജി ജോസഫ്, ഡോക്ടർ സിബി ജോർജ്, റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂൻ സിദ്ദിഖ്, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ആർ, ഡോക്ടർ ഷെറിൻ ജോസഫ്, ഡോക്ടർ മിലി തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഹൈറേഞ്ചിൽ 1.5 മാസം നീളുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം. ഏഞ്ചൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷങ്ങൾക്ക് മണിയാറൻകുടിയിൽ തുടക്കമായി. ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈറേഞ്ചിൽ 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മണിയാറൻകുടി ഏഞ്ചൽ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെസ്, ക്യാരംസ്, പ്ലേയിംഗ് കാർഡ്, ക്രിക്കറ്റ്, വോളിബോൾ തുടങ്ങിയ വിവിധ കായിക മത്സരങ്ങൾക്കൊപ്പം ഓണപ്പാട്ട്, മാവേലി മത്സരം ഉൾപ്പെടെ നിരവധി സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ ഉൾപ്പെടെ സമ്മാനങ്ങൾ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ച ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോണുകളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ആളുകളെ ഒരുമിപ്പിച്ച് പരമ്പരാഗത ഓണാഘോഷങ്ങൾക്ക് വേദിയൊരുക്കുന്ന ഏഞ്ചൽ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനം ഏറെ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഓർമ്മകളിലെ നന്മകളിൽ നിന്നുകൊണ്ട് ഇപ്പൊ ചിന്തിക്കും. ഇപ്പൊ നമ്മുടെ ഓണം എന്ന് പറയുന്നത് ഏറെക്കുറെ മൊബൈൽ ഓണമാണ് അല്ലേ? മൊബൈലാണ് നമ്മൾ. മൊബൈലിൽ എല്ലാവർക്കും ആശംസയായിരിക്കുന്നു. മൊബൈലിൽ അത്തപ്പൂ ഇടുന്നു. ഏറ്റവും ഭംഗിയുള്ള അത്തപ്പൂവിന് മൊബൈൽ വഴി തന്നെ സമ്മാനം കിട്ടുന്നു. അങ്ങനെ എല്ലാം നമ്മൾ ഓൺലൈനായി കഴിഞ്ഞു. അപ്പോൾ ഓൺലൈനായിട്ടുള്ള കൂട്ടായ്മകളായി. അപ്പോൾ നേരിട്ട് കാണുന്നില്ല. അപ്പം നമ്മൾ പറയും, സമയം പറയില്ലേ, 8 മണിക്ക് എല്ലാവരും ഓൺലൈനായിട്ട് വരണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരുന്നുകൊണ്ടാണ്.
ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് വൈപ്പൻ അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുമായ സിജി ചാക്കോ, സിബി മത്തായി, രവി എസ്, സജി തോമസ്, ജിജോ ടി, ഐസക്, ബിനോയ് VR, ആൽബിൻ ജോസ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങായി ഹസ്തം പ്രതിമാസ ധനസഹായ പദ്ധതിക്ക് തുടക്കമായി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു നിലയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നേരിട്ട ബാങ്ക് അക്കൗണ്ടിലെത്തിക്കുന്ന ഹസ്തം പദ്ധതിക്ക് തുടക്കമായി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വാഴത്തോപ്പ് ഡിവിഷൻ അംഗം ബിജു നിലയുടെ നേതൃത്വത്തിൽ സന്മനസ്സുള്ളവരെ കൂട്ടായ്മയിലാക്കി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം MP ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ആദ്യഘട്ട ധനസഹായം രോഗികൾക്ക് വിതരണം ചെയ്താണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഒരു ഡയാലിസിസ് രോഗിയുടെ വീട്ടിലെത്തി കുടുംബം നേരിടുന്ന പ്രയാസങ്ങൾ നേരിൽ കണ്ടപ്പോഴാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകാൻ താൻ തീരുമാനിച്ചതെന്ന് ബിജു നില പറഞ്ഞു. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഡയാലിസിസ് രോഗികൾക്കായി സഹായ പദ്ധതി നടപ്പാക്കുമെന്ന അന്നത്തെ വാഗ്ദാനമാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. ഡയാലിസിസ് രോഗികൾക്ക് എല്ലാ മാസവും 1000 രൂപ അവരുടെ അക്കൗണ്ടുകളിലോട്ട് അല്ല അവരുടെ കൈകളിലോട്ട് എത്തത്തക്ക തരത്തിലുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവർക്കിത് വലിയ ചെറിയൊരു തുകയാണെന്ന് നമുക്ക് കാരണം അവരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉള്ള ആളുകളാണ്. എത്ര പണമുള്ളവരായിക്കോട്ടെ എത്ര പണം ഇല്ലാത്തവരായിക്കോട്ടെ ഇവരെ സംബന്ധിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. നിലവിൽ വാഴത്തോപ്പ് ഡിവിഷനിലെ 12ഓളം ഡയാലിസിസ് രോഗികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റു ഡിവിഷനുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ അതത് ജനപ്രതിനിധികൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഇത്തരമൊരു പദ്ധതി നേരിട്ട് നടപ്പാക്കുന്നതിന് ഓഡിറ്റ് സംബന്ധമായ തടസ്സങ്ങളുള്ളതിനാലാണ് ജനപങ്കാളിത്തത്തോടെയുള്ള മാതൃകാപരമായ ഈ സംരംഭം രൂപീകരിച്ചതെന്ന് അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പറഞ്ഞു. ബിജു നിലയുടെ ഈ പ്രവർത്തനം പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്ന ഉദ്ഘാടനം നിർവഹിച്ച MP ഡീൻ കുര്യാക്കോസ് അഭിപ്രായപ്പെട്ടു. തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധാപൂർവം കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്ത ഒരു വിജയിച്ച ജനപ്രതിനിധിയായി പ്രിയങ്കരനായ ശ്രീ ബിജു നില മാറിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ പദ്ധതി വിശദീകരിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകരായ MD അർജുൻ, PD ജോസഫ്, അനിൽ ആനിക്കാട്ട്, PK ജയൻ, സതീഷ് വേണുഗോപാൽ, AK ജോൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സാമൂഹിക പ്രതിബദ്ധതയും ജനപങ്കാളിത്തവും ചേർന്ന ഈ മാതൃകാപരമായ സംരംഭം ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക ആശ്വാസം പകരുന്നതിനൊപ്പം മറ്റു പ്രദേശങ്ങൾക്കും പ്രചോദനമാകുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. സിറ്റി വിഷൻ ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ. പവന് 1,05,840 രൂപ. വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപകട ഭീഷണിയിലുള്ള പാറ പൊട്ടിച്ചു നീക്കുവാനും മേഖലയിൽ അപകട ഭീഷണിയിലായിട്ടുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇടുക്കിയിൽ കനത്ത മഴയിൽ വീട് നിലംപൊത്തി. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് തകരപ്പറമ്പിൽ രാജന്റെ വീടാണ് വ്യാഴാഴ്ച വൈകിട്ട് നിലം പതിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവ് അജീഷിന്റെ JCB വനംവകുപ്പ് പിടിച്ച സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രിക്കെതിരെ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പൈസന്മാലി സൊസൈറ്റി മേട അംഗൻവാടി പാലം അപകടാവസ്ഥയിൽ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.